ഇപ്പം ഹാപ്പി ഡാൻസിങ് ആണ്, ഹാപ്പി ഡാൻസിങ്. ഞാൻ ബിഗ് ബോസിൽ പോവാണ് ഗൈസ്. എന്റെ പാക്കിങ് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ സമയം 1:30, വീട്ടിൽ നിന്ന് 3:30 ഇറങ്ങണം. എന്നാലും ഒരു 5:15 എയർപോർട്ടിൽ എത്തുള്ളൂ. 7 മണിക്ക് ഫ്ലൈറ്റ്. ഡ്രസ് ഇതാ ഇവിടെ മടിക്കേക്കാൻ വേറൊരാള്. എനിക്കറിയില്ല, എനിക്ക് തലപ്രാന്ത് പിടിച്ചിട്ടുണ്ടല്ലോ. ഓരോരുത്തര് 2-3-4 ദിവസം മുന്നേ മടിക്കേക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഐ സ്റ്റിൽ ഡിഡ്ന്റ് ഫിഗർ ഔട്ട് എന്തൊക്കെയാണ് എടുത്ത് കൊണ്ടുപോകേണ്ടതെന്ന്. ഞാൻ അങ്ങനെ സംസാരിക്കുന്നത് നോക്കണ്ട കേട്ടോ. എക്സൈറ്റ്മെന്റ് കൊണ്ട് ഞാൻ പറയുന്നതാണ്. എനിക്ക് നല്ല ടെൻഷനും എക്സൈറ്റ്മെന്റും ഒക്കെ ഉണ്ട്. സമയം ഇങ്ങനെ അടുത്ത് വരുന്തോറും ആ ഒരു എക്സൈറ്റ്മെന്റും എല്ലാം കൂടി വരാണ്. നമ്മള് ഇത് ചെരുപ്പ് നമുക്ക് ലാസ്റ്റ് പാക്ക് ചെയ്യാം ഗൈസ്. നമ്മള് പാക്കിങ്ങിലാണ്. ഇപ്പോഴും റൂമിൽ പൂക്ക വട്ട പോലെ ഉണ്ട്. ഇതാണ് അവസ്ഥ. ആദ്യത്തെ പാക്ക്, രണ്ടാമത്തെ പാക്ക് ഫുള്ള് പാക്കിങ്ങിലാണ് ഗൈസ്. അല്ലേ ബെഡ്ര? എനിക്ക് സത്യം പറഞ്ഞ ഉറക്കം വരുന്നില്ല. എന്തൊക്കെ ഭയങ്കര എക്സൈറ്റഡ് അല്ലേ? എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്ക് ചില സമയത്ത് പെട്ടെന്നൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പൊ ഞാൻ അങ്ങനെ പുത്ര ആര് സംഭവ ഐ ഡോണ്ട് നോ. 1 2 3 പെട്ടി പാക്കാക്കിയിട്ടുണ്ട്. ഇനി ഒരു 3.5 മാസത്തിലേക്ക് ഇങ്ങോട്ടേക്കില്ല. ഞാൻ മുഖത്തൊന്നും ഇട്ടിയില്ല. ദിസ് ഈസ് മൈ, ഇതാണ് ഇന്നത്തെ എന്റെ ഔട്ട്ഫിറ്റ്. പോവാണ് പൊന്നുവി. മമ്മല്ല മുത്തുവിയാ പോന്നെ. ബാ. കരയാണോ ഈ കരയാണോ? നോക്ക് കണ്ണെല്ലാം കൂടി വെള്ളം വരുന്നേക്കും. ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ടാവുന്നില്ല. വരുവോ കച്ചില്? ഇപ്പൊ വരുമോ? കുറച്ച് വരുവോ? കാത്തിക്കണോ? സമാധാനേ. എന്റെ സാധനമൊക്കെ ഞാൻ കൊണ്ടുപോയി തൊടിച്ചാഞ്ഞ് കാട്ട സുഖമാണ്. നമുക്ക് പോവാണ്. മുത്തനെ കാണാനില്ലേ? 2 ദിവസം മുന്നേ കരിഞ്ഞതേലും പോവാന്ന് പറഞ്ഞിട്ട് ഒരു മൈൻഡും ഇല്ല. ഉറക്കം വന്നിട്ടാ. പോയിട്ട് വരാം. നന്നായി വാ. 100 ദിവസം നിക്ക്. കുത്തും പൊരുത്തൊക്കെ ഉണ്ടാവും കേട്ടോ. കരിയാലോ? അമ്മ കരിയുണ്ടോ മാമ? എന്റെ റൂമൊക്കെ വൃത്തിയാക്കണേ. വൃത്തിയാക്കിക്കൊണ്ട് വരുമ്പോ ഒരു 2000 ഉറുപ്പിന്റെ സംഖ്യ ഓളെ വിഷമം ഡയറി മിൽക്ക് കിട്ടാത്തേനാ. എന്റെ 250 രൂപയുടെ ഡയറി മിൽക്ക് ഇവിടെ. പൈസ എയർപോർട്ടിൽ പൈസ സോ നമ്മളിപ്പോ ഫ്ലൈറ്റിന് വെയിറ്റ് ചെയ്യാണ്. ഇപ്പം 6:30 ആയി. 7:15 ആണ് ബാഗ് എന്താ ബോർഡിങ് തുടങ്ങാം. സോ വി ആർ വെയിറ്റിംഗ്, ഹാവിങ് എ കപ്പ് കോഫി. പിന്നെ ഈ ഒരു സാധനം കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ബട്ട് ഈ കാപ്പച്ചീനോ ഒക്കെ സ്റ്റാർബക്സിലെ കാപ്പച്ചീനോനെക്കാട്ട് റേറ്റ് ആണ് ഗൈസ്. 350 അങ്ങനല്ലേ? സ്റ്റാർബക്സിലോ 240 അങ്ങനെ എന്തോ. ഐ മീൻ ഗ്ലാസിന്റെ വലിപ്പം വലുതാണ്. ഓ ഇത് കഴിഞ്ഞിട്ട് എനിക്ക് സത്യം എനിക്ക് എന്താ അറിയില്ല. ഇത് കഴിഞ്ഞ് അവിടെ എത്തിയിട്ട് എന്താവും ചെയ്യാം. ഐ ഡോണ്ട് നോ. ഞാൻ ആലോചിക്കുന്ന എന്താ അറിയോ, അവിടെ പോയിട്ട് എണ്ണ വാങ്ങ, എണ്ണ ഇട്ടാൻ കുളിച്ചാളാ. ശരി, അത് എല്ലാണ്ടുണ്ടോ? അതൊക്കെ നിങ്ങൾ എന്താ പറയാ, എനിക്കെന്താ സെറ്റ് ചെയ്യാൻ ഒന്നും കഴിഞ്ഞില്ല.
അങ്ങനെ എന്നിട്ട് ഫ്ലൈറ്റ് വരാൻ ടൈം ആയപ്പോൾ നമ്മൾ ഷട്ടിൽ കയറിയിട്ട് ഫ്ലൈറ്റിൽ എത്തി. എന്നിട്ട് ഒരു സ്നാക്കിൻ്റെ ബാഗ് തന്ന്. ഇതിൽ മക്കാന പറഞ്ഞിട്ടുള്ള ലോട്ടസ് സീഡിൻ്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്തോ പ്രോട്ടീൻ ബാർ പോലത്തത് ഉണ്ടായിരുന്നു. അതുകൂടാതെ പ്രൊമഗ്രാനേറ്റ് ജ്യൂസും ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കുടിച്ച് കുറച്ച് നേരം ഉറങ്ങി എണീച്ചപ്പത്തിനേക്ക് ചെന്നൈ എത്തി. ആലിവിന് നല്ല ഉറക്കക്ഷീണം ഉണ്ടായിരുന്നു, എനിക്കും ഉണ്ടായിരുന്നു. റൂമിൽ പോയിട്ട് ഉറങ്ങാമെന്നുള്ള തീരുമാനത്തിലായിരുന്നു നമ്മൾ. അങ്ങനെ ഇതോടുകൂടി ബിഗ് ബോസ് ട്രാവൽ വ്ളോഗ് അവസാനിച്ചു. ബാക്കി ഞാൻ വീട്ടിൻ്റെ ഉള്ളിലുള്ള സംഭവങ്ങളൊക്കെ നിങ്ങൾ TV കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാണണം, നോമിനേഷനിൽ വന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹം ഉണ്ടാവണം. എവ്രി വൺ ഡു സപ്പോർട്ട് ഇഫ് യു ലൈക്ക് മീ. ഓക്കെ, ബൈ.